രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള മതേതര കൂട്ടായ്മ. ഇടതുപക്ഷത്ത് നിന്ന് CPIM, CPI, ഫോർവേഡ് ബ്ലോക്ക് എന്നിവരാണ് പ്രധാന സംഘാടകർ. ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ്, ഉത്തർപ്രദേശിൽ നിന്ന് സമാജ്വാദി പാർട്ടി, NCP, ജയലളിതയുടെ AIADMK തുടങ്ങിയ രാജ്യത്തെ 14 രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടായ്മയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറയുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന രാജ്യത്തെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ചലച്ചിത്രകാരന്മാർ എന്നിവരും ഇവർക്കൊപ്പം ചേരും. 2014 പൊതു തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ മൂന്നാം മുന്നണിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി പരിപാടിയെ കാണാം. എന്നാൽ വർഗീയതയ്ക്കെതിരെ ദേശീയ വികാരം ഉയരണമെന്നാണ് കൂട്ടായ്മയുടെ ഉദ്ദേശമെന്ന് ഇടതുപക്ഷം വിശദീകരിക്കുന്നു. Fight against communalism and to uphold the secular democratic foundations of the Indian Republic as enshrined in our constitution, and to also carry forward the legacy of a composite culture and traditions that our country has, which was the legacy of our freedom struggle. പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പ്രാദേശിക കക്ഷി നേതാക്കളെ ഒരുമിപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ ശ്രമം നടക്കുന്നുണ്ട്. ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടികളുമായി ചർച്ചകളും നടന്നു കഴിഞ്ഞു. ആന്ധ്രയിൽ നിന്ന് YSR കോൺഗ്രസും ഒഡീഷയിൽ നിന്ന് ബിജു ജനതാദളും ഒപ്പം ചേരുമെന്ന പ്രതീക്ഷയും ഇടതുപക്ഷത്തിനുണ്ട്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.